അതുപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായി മുഹറം 10 ചരിത്ര പ്രാധാന്യമുള്ള അനേകം സംഭവങ്ങൾക്ക് മുഹറം സാക്ഷിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി കുറേ നാളുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ആ തൗബ സ്വീകരിച്ച ഒരു ദിവസമാണ് പരിശുദ്ധമായ മുഹറം 10. അതുപോലെ തന്നെ ഇസ്തമാഉ സഫീനതു നൂഹിൻ അലൈഹിസ്സലാത്തു വസ്സലാം അലൽ ജൂദി, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ കപ്പൽ ജൂദി പർവ്വതത്തില് നങ്കൂരമിട്ടതും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. നജാതു ഇബ്രാഹിമ മിൻ നാരി നമ്രൂദ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചതും ഈ പരിശുദ്ധമായ മുഹറം 10-നാണ്. നജാതു ബനി ഇസ്രായീൽ മിൻ അദുവിഹിം ഫിർഔന യൗമ അശൂറാ, ഫിർഔനിന്റെ സൈന്യത്തിൽ നിന്ന് ബനൂ ഇസ്രായീലിനെ രക്ഷിച്ചതും ഈ മുഹറം 10-നാണ്. നജാതു യൂസുഫ് മിന സിജ്ൻ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിൽ മോചനം നൽകിയതും ജയിലിൽ നിന്ന് രക്ഷിച്ചതും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. നജാതു യൂനുസ് മിൻ ബത്നിൽ ഹൂത്, മഹാനായ യൂനുസ് നബി അലൈഹി വസലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചതും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഈ മുഹറം മാസം പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ മുഹറം മാസം എന്ന് നാം മറന്നു പോകരുത്. പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ സാന്ത്വനം ലഭിച്ച മാസം കൂടിയാണ് പരിശുദ്ധമായ മുഹറത്തിന്റെ പുലരി എന്നത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, അപ്പോൾ മനസ്സിലാകും നമുക്ക് ചെറുതാണല്ലോ പരീക്ഷണങ്ങൾ എന്ന് മനസ്സിലാകും. അതിന് ചെറിയ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം, നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വളരെ അടുപ്പമുള്ള ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ, നിങ്ങളെ വിട്ട് പോകുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. രണ്ട്, പരിഹാരമില്ലാത്ത ഒരു പ്രയാസത്തിൽ, അതായത് കടം കൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ നിങ്ങൾ വിഷമിക്കുമ്പോൾ തിമിംഗലത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. ആരെങ്കിലും നിങ്ങളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ വ്യഭിചാര കുറ്റാരോപണം പോലെയുള്ള കാരണങ്ങളിൽ അപമാനിക്കപ്പെട്ടാൽ നഗരം മുഴുവൻ ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കുക. 4, നിങ്ങൾ കഠിനമായ വേദനയിലാണെങ്കിൽ, രോഗം പോലെയുള്ള വേദനകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങളെക്കാൾ വലിയ വേദന സഹിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. 5, ഒരു സമൂഹം മുഴുവൻ നിങ്ങൾക്ക് എതിരാകുമ്പോൾ എക്കാലത്തെയും മഹാനായ നമ്മുടെ ഹബീബ്, സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ നിറകുടമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക. ഇത്രയും നാം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും നമുക്ക് മനസ്സിലാകും പരീക്ഷണങ്ങൾ റബ്ബിന്റെ സ്നേഹമാണെന്ന്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.